സ്പൈഡർമാൻ ബ്രാൻഡുടെ കണ്ടതിനു ശേഷം എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സ്പോയിലർ അലേർട്ട്, ബ്രാൻഡുടെ കാണാത്തവർ ഈ വീഡിയോ സിനിമ കണ്ടതിനു ശേഷം മാത്രം കാണുക. മാർവൽ ഫാൻസ് അസംബിൾ ഹിയർ. പീറ്റർ പാർക്കറിനെ എല്ലാവരും മറന്നു. പീറ്റർ പാർക്കറിനെ ഇപ്പോൾ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് സ്പൈഡർമാനായി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അതിലൂടെ തനിക്ക് പുതിയ ജീവിതം നേടാനായാണ് സ്പൈഡർമാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ചെറിയ വില്ലന്മാരോട് ഫൈറ്റ് ചെയ്ത് അവരെ DODCയെ ഏൽപ്പിക്കുകയാണ് സ്പൈഡർമാൻ ചെയ്യുന്നത്. സ്കോർപിയോൺ, ഹാൻഡ്, ബൂമറാങ്, ടറാൻഡുല, റാംറോഡ്, ടോം സ്റ്റോൺ ഇതുപോലുള്ള വില്ലൻസുമായി ഫൈറ്റ് ചെയ്ത് DODCയെ ഏൽപ്പിക്കുകയാണ് സ്പൈഡർമാൻ ചെയ്യുന്നത്. പക്ഷേ പീറ്റർ പാർക്കറിനെ അറിയാനായി ആരും ആഗ്രഹിക്കുന്നില്ല. പീറ്റർ പാർക്കറിനായി ഒരു ജീവിതമില്ല. നെഡും MJയും MITയിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ആരും പീറ്ററിനെ മറന്നില്ലായിരുന്നുവെങ്കിൽ MJയും നെഡും ഒക്കെ തന്റെ കൂടെ ഉണ്ടായിരിക്കുമായിരുന്നു. അവരെ കൂടെ പീറ്ററിനും പഠിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ തന്റെ ഉത്തരവാദിത്വങ്ങൾക്കാണ് പീറ്റർ പ്രാധാന്യം നൽകുന്നത്. പീറ്റർ പാർക്കറായുള്ള ജീവിതം ഇപ്പോൾ ഡിപ്രസ്ഡ് ആണ്. അതുകൊണ്ട് മുഴുവൻ സമയം മാസ്കുമായുള്ള പീറ്റർ പാർക്കറിനെയാണ് കാണാൻ സാധിക്കുന്നത്. പീറ്റർ നെഡിന്റെയും MJയുടെയും ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ MJയും ലവറിനെയും കാണുമ്പോൾ പീറ്ററിന് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയും അത് ഒരുപാട് പീറ്ററിനെ തളർത്തുന്നു. അത് കാരണം പീറ്ററിന്റെ DNA മ്യൂട്ടേറ്റഡ് ആകാൻ തുടങ്ങുന്നു. അതിനെയാണ് അരാക്കിനഡ് DNA എന്ന് പറയുന്നത്. ഇത് കാരണം പീറ്ററിന് ഓർഗാനിക് വെബ് കിട്ടുന്നു. ഈ മാറ്റം പീറ്ററിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് പീറ്റർ മ്യൂട്ടേറ്റഡ് DNA സപ്രസ് ചെയ്യാൻ ഒരു ഇൻഹിബിറ്റർ ഉണ്ടാക്കുന്നു. അതിന് ബ്രൂസ് ബാനറിന്റെ ഹെൽപ്പ് ചോദിക്കുന്നു. കാരണം ബ്രൂസ് ബാനറിനും ഇൻഹിബിറ്റർ ഉപയോഗിച്ചാണ് ഹൾക്ക് പുറത്തു വരാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ജീൻ ഗ്രേ എന്ന വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജീൻ ഗ്രേ VMAX അന്വേഷിച്ച് പലതവണ DODCയെ പലരെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് ആക്രമിക്കുന്നു. പലരുടെയും മനസ്സിൽ ജീൻ ഗ്രേക്ക് കയറാൻ സാധിക്കുന്നുണ്ടെങ്കിലും സ്പൈഡർമാന്റെ മനസ്സിൽ കയറാൻ സാധിക്കുന്നില്ല. സ്പൈഡർമാൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് അതിന് സാധിക്കാത്തത്. പണിഷറിനെയും ബ്രൂസ് ബാനറിനെയും MJയെ പോലും ജീൻ ഗ്രേ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവസാനം MJയുടെ സഹായത്തോടെ തന്റെ ഇൻഹിബിറ്റർ പീറ്റർ ഉണ്ടാക്കിയെടുക്കുന്നു. അതോടൊപ്പം യൂണിവേഴ്സൽ ഇൻഹിബിറ്ററും ഉണ്ടാക്കുന്നു. ഇതുപയോഗിച്ച് ആരുടെ മ്യൂട്ടേറ്റഡ് DNA പോലും സപ്രസ് ചെയ്യാൻ സാധിക്കും. ബ്രൂസ് ബാനറിനെ പ്രൊഫസർ ഹൾക്കാക്കി മാറ്റി ജീൻ ഗ്രേ പീറ്ററിനെ ആക്രമിക്കുന്നു. അവസാനം പ്രൊഫസർ ഹൾക്ക് ഇൻഹിബിറ്റർ ഇല്ലാത്തതുകൊണ്ട് ഹൾക്കായി മാറി പീറ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ ഇൻഹിബിറ്റർ ഹൾക്കിന്റെ ദേഹത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്കിൻ ഹാർഡ് ആയതുകൊണ്ട് അത് സാധിക്കുന്നില്ല. അവസാനം ഹൾക്കിന് പാവം തോന്നി പീറ്ററിനെ വിട്ടയക്കുന്നു. അതിനുശേഷം യൂണിവേഴ്സൽ ഇൻഹിബിറ്റർ ഉപയോഗിച്ച് ജീൻ ഗ്രേയുടെ DNA പീറ്റർ സപ്രസ് ചെയ്യുന്നു. ജീൻ ഗ്രേ DODC അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സാറ എന്ന പേര് പറയുന്നു. പീറ്റർ DODC ഹെഡായ വില്യം മെറ്റ്സ്ഗറിനോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കള്ളം പറയുന്നു. അവസാനം DODC ആണ് തെറ്റുകാരെന്ന് പീറ്റർ മനസ്സിലാക്കുന്നു. ജീൻ ഗ്രേയെ രക്ഷിക്കാനായി പീറ്റർ പോകുന്നു. യഥാർത്ഥത്തിൽ ജീൻ ഗ്രേയുടെ സഹോദരിയാണ് സാറ. സാറയ്ക്ക് പവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി DODC സാറയെ പിടിച്ചുകൊണ്ടു പോകുന്നു. സാറയ്ക്കും ടെലിപ്പതിക് പവേഴ്സ് ആണ് ഉള്ളത്. സാറ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ജീനിന് VMAX എന്ന മെസ്സേജ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ജീൻ VMAX അന്വേഷിച്ച് വരുന്നത്. DODC ജീൻ ഗ്രേയുടെ പവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ VMAX എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. അതിലൂടെ അവൾക്ക് മനസ്സിലാകുന്നു DODCയുടെ എക്സ്പെരിമെന്റ് കാരണം ആ റൂമിൽ വച്ച് ജീനിന്റെ സഹോദരിയായ സാറ മരിക്കുന്നുണ്ടെന്ന്. സാറ അവസാനമായി കണ്ട കാര്യമാണ് അവൾക്ക് മെസ്സേജായി കൊടുത്തത്. ഇത് ജീനിനെ ട്രിഗർ ചെയ്യുകയും അവളുടെ പവേഴ്സ് കൂടുകയും ചെയ്യുന്നു. അവളെ കൊല്ലാനായി വില്യം ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ആദ്യം വളരെ കുറവ് റേഡിയസിൽ മാത്രം തന്റെ പവേഴ്സ് ഉപയോഗിക്കാൻ പറ്റിയിരുന്ന ജീനിന് ഇപ്പോൾ ഒരു സിറ്റിയെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. വില്യമിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ജീൻ ഗ്രേയെ പീറ്റർ തടയുന്നു. പീറ്ററിനെ ജീൻ ഗ്രേ ഹാൻഡ് ടീം ഉപയോഗിച്ച് തടയുന്നുണ്ടെങ്കിലും തന്റെ ഇൻഹിബിറ്റർ എടുത്തുമാറ്റി ഓർഗാനിക് വെബ്സ് ഉപയോഗിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സീനിൽ DODC പീറ്റർ എപ്പോഴെങ്കിലും അവർക്കെതിരെ വന്നാൽ പീറ്ററിനെതിരെയുള്ള വെപ്പൺസ് അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. സോൾജിയേഴ്സിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ജീൻ ഗ്രേ ആ വെപ്പൺസ് പീറ്ററിനെതിരെ ഉപയോഗിച്ചു. പക്ഷേ പീറ്റർ ഇൻഹിബിറ്റർ എടുത്ത് മാറ്റിയതിനു ശേഷം തന്റെ ഓർഗാനിക് വെബ്സ് ഉപയോഗിച്ച് അവരെ എതിർക്കുന്നു. അവസാനം ജീൻ ഗ്രേ തനിക്ക് ആക്ടിവേറ്റ് ആയ ടെലികൈനസിസ് ഉപയോഗിച്ച് പീറ്ററിനെ തടയുന്നു. പക്ഷേ പീറ്റർ തന്റെ മനസ്സിൽ ജീൻ ഗ്രേയെ കയറാൻ അനുവദിക്കുന്നു. മൈൻഡിൽ ആൻമേയുടെ വാക്കുകൾ ഉപയോഗിച്ച് ജീൻ ഗ്രേയെ സമാധാനിപ്പിക്കുന്നു. ആ സമയത്ത് പണിഷർ ജീൻ ഗ്രേയെ ഷൂട്ട് ചെയ്യുമ്പോൾ അവളെ രക്ഷിക്കാൻ പീറ്റർ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നു. പീറ്റർ ഷൂട്ട് ചെയ്യപ്പെടുകയും ജീൻ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് പീറ്ററിനെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അവസാനം പണിഷർ പീറ്ററിനെ ഹോസ്പിറ്റലാക്കുന്നു. പീറ്ററും പണിഷറും തമ്മിൽ ഒരു ഫ്രണ്ട്ലി സീനും കാണിക്കുന്നുണ്ട്. ജീൻ പീറ്റർ സേഫ് ആണോ എന്ന് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. പീറ്റർ അവസാനം രക്ഷപ്പെടുന്നുണ്ട്. പീറ്റർ സ്പൈഡർമാനായി പ്രാർത്ഥിച്ച ജനങ്ങളെ കാണാൻ പോകുന്നു. ഒരിക്കൽ സ്പൈഡർമാനെ തള്ളിപ്പറഞ്ഞ ലോകം ഇന്ന് സ്പൈഡർമാനായി പ്രാർത്ഥിക്കുന്നു. അത് വളരെ നല്ല സീനായിരുന്നു. സിനിമയുടെ അവസാനം പീറ്റർ നെഡിനെ കാണുന്നു.
പീറ്റർ തനിക്കായി ഒരു സോഷ്യൽ ലൈഫ് വേണമെന്ന് തീരുമാനിച്ച് നെഡിന്റെ അടുത്തേക്ക് പോയി ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നെഡിന് പീറ്ററിനെ ഓർമ്മ വന്നതുകൊണ്ടാണ് ആ ഹാൻഡ് ഷേക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കാരണം നെഡിന്റെ മസിൽ മെമ്മറിയാണ്. നോവേ ഹോമിലും പീറ്ററിന്റെ മസിൽ മെമ്മറി ഉപയോഗിച്ചാണ് ആസ്ട്രൽ ഫോമിൽ നിന്ന് പുറത്തു വരുന്നത്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നത് വരെ കാത്തിരുന്ന് കണ്ടെങ്കിലും ഒരു ചെറിയ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണിച്ചത്. പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻസ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തരുന്നുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നെഡിന്റെ സ്പൈഡർമാൻ ട്രാക്കറാണ് കാണിക്കുന്നത്. സ്പൈഡർമാൻ ക്യൂൻസിൽ നിൽക്കുന്നതായി കാണിച്ചിട്ട് പെട്ടെന്ന് ലൊക്കേഷൻ അൺനോൺ എന്ന് കാണിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഒരു ഗ്ലിച്ച് സംഭവിക്കുകയും സ്പൈഡർമാൻ ഇപ്പോൾ സ്പേസിലാണെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് കാണിച്ചു. ഏത് സിനിമയിലാണ് സ്പൈഡർമാൻ ഇനി വരുന്നത് എന്ന് പറയുന്നില്ല. സ്പൈഡർമാൻ എവിടേക്കാണ് പോയതിന് ഒരു റീസൺ ഇൻകേർഷൻ ഇവന്റ് സംഭവിച്ചത് കൊണ്ട് ഡൂമിനോട് ഫൈറ്റ് ചെയ്യാൻ സ്പേസിലേക്ക് പോയതാകാം. ഇപ്പോഴുള്ള ഡൂംസ്ഡേ കാസ്റ്റിൽ സ്പൈഡർമാൻ ഇല്ല. ഈ സീൻ ഉപയോഗിച്ച് സ്പൈഡർമാൻ ഡൂംസ്ഡേയിൽ വരുമെന്ന് ടീസ് ചെയ്തതാകാം. ഇപ്പോഴുള്ള ഒരു റൂമർ പ്രകാരം ഡൂംസ്ഡേയുടെ അവസാനം ലോഗി റീഡ് റിച്ചാർഡ്സിന്റെ റാഫ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അവഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തുമെന്നാണ്. അതിനകത്ത് സ്പൈഡർമാനും ഉണ്ടാകും. അതായിരിക്കും സ്പേസിൽ ലൊക്കേഷൻ കാണിച്ചത്. അടുത്ത റീസൺ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു ഗ്ലിച്ച് സംഭവിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർവേഴ്സിൽ കണ്ടിരുന്നു. മറ്റേതെങ്കിലും സ്പൈഡർമാൻ നമ്മുടെ യൂണിവേഴ്സിലേക്ക് വരുന്നതായിരിക്കും ഈ ഗ്ലിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈൽസ് മൊറാലിസ് അല്ലെങ്കിൽ ടോബി മെക്യോറിന്റെ സ്പൈഡർമാൻ നമ്മുടെ യൂണിവേഴ്സിലേക്ക് ഇൻകേർഷൻ കാരണം വരുന്നതായിരിക്കും. ഡൂംസ്ഡേയിൽ ടോബി മെക്യോറിന്റെ യൂണിവേഴ്സിൽ ഇൻകേർഷൻ സംഭവിക്കുമെന്ന് റൂമേഴ്സ് ഉണ്ട്. ഇൻകേർഷൻ തടയാനായി ടോബിയും വൂൾവറിനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുകയും അവർ ആ ഫൈറ്റിൽ മരിക്കുകയും ചെയ്യും എന്നാണ് റൂമേഴ്സ്. ചിലപ്പോൾ മൈൽസ് മൊറാലിസ് ആയിരിക്കാം ഈ യൂണിവേഴ്സിലേക്ക് വരുന്നത്. കോമിക്സിലും ഡൂം ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു യൂണിവേഴ്സിലെ മൈൽസ് ഈ യൂണിവേഴ്സിലേക്ക് വരുന്നുണ്ട്. ഗ്ലിച്ച് സംഭവിച്ച് മൈൽസ് ഈ യൂണിവേഴ്സിലേക്ക് വരുന്നതായിരിക്കും ഡൂംസ്ഡേയിൽ കാണിക്കുന്നത്. ഇത് ബാറ്റിൽ ഫീൽഡിനെ ആയിരിക്കാം ടീസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു റീസൺ നെഡിന്റെ ടെക്നോളജിക്ക് തെറ്റ് സംഭവിച്ചതായിരിക്കാം. നെഡിന്റെ ടെക്നോളജിക്ക് സ്പൈഡർമാന്റെ പോയിട്ടുള്ള അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ എങ്ങനെയാണ് സ്പേസിലേക്ക് പോയത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നെഡിന്റെ ട്രാക്കറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് സ്പേസ് എന്ന് കാണിച്ചതായിരിക്കാം. ചില റൂമേഴ്സ് പ്രകാരം സ്പൈഡർമാൻ ഡൂംസ്ഡേയിൽ അപ്പിയർ ആകാതെ സീക്രട്ട് വാൾസിലായിരിക്കും അപ്പിയർ ആകുന്നത്. ആ സിനിമയിൽ സ്പൈഡർമാൻ വെനമായും ബോണ്ടാകും. ഡൂമിനെതിരെ അവഞ്ചേഴ്സിനെ അസംബിൾ ചെയ്യുന്നതും സ്പൈഡർമാൻ ആയിരിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യണേ. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നിങ്ങൾ 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്നും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള മാർവൽ റിലേറ്റഡ് കണ്ടന്റുകൾക്കായി മാർവൽ മലയാളിയെ സബ്സ്ക്രൈബ് ചെയ്യുക.